അപ്പം ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ഓഫ് തേർഡ് ഇയർ BA സോഷ്യോളജി ആണ്. അപ്പൊ ഈ ഒരു സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. എന്റെ പേര് ദുർഗ എന്നാണ്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ. എന്നോടൊപ്പം തന്നെ നിങ്ങളുടെ സോഷ്യോളജി മെന്റർ ആയിട്ടുള്ള റുംന മാം ആൻഡ് ഓൾസോ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയുള്ള മുബീന മാം തുടങ്ങിയവരാണ് ഈ ഒരു സെഷനിൽ നമുക്ക് കൂടെ ഉള്ളത്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ സിലബസ് ഡീകോഡിംഗ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഒക്കെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കാം. എങ്കിലും നമ്മുടെ തേർഡ് ഇയറിന്റെ സിലബസ് എന്താണ്, നമ്മൾ ഈ ഒരു തേർഡ് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്, നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ചും എക്സാംസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഓരോ സബ്ജക്ട്സിന്റെയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്ന ഒരു സെഷൻ ആണ് നമ്മുടെ ഈ ഒരു സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സിലബസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്നുണ്ടാവും. സോ വൺസ് അഗെയിൻ ഈ പറയുന്ന ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസ് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. സോ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിനായിട്ട് നിങ്ങളുടെ റുംന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു റുംന മാം. ഇത് നമ്മൾ BA സോഷ്യോളജിന്റെ തേർഡ് ഇയർ സിലബസ് ഡീകോഡിംഗ് സെഷനിലാണ് ഉള്ളത്. സോ ഞാൻ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് BA സോഷ്യോളജി തേർഡ് ഇയറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇവിടെ 10 കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഓരോ കോഴ്സിന്റെ പേരും അതുപോലെ തന്നെ അതിന്റെ ക്രെഡിറ്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ തേർഡ് ഇയറിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ക്രെഡിറ്റ് 48 ക്രെഡിറ്റ് ആണ്. സോ നമുക്കിവിടെ ചെയ്യാനുള്ളത് 8 പേപ്പേഴ്സ് ആണ്. സോ 8 into 6 48 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ഓവറോൾ ഈ തേർഡ് ഇയറിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഇതില് ഫസ്റ്റത്തെ BCOS 111 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, അതുപോലെ തന്നെ BCOS 112 സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ്, ദെൻ BCOS 113 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, ദെൻ റിസർച്ച് മെത്തേഡ്സ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന 4 സബ്ജക്റ്റുകളും നമുക്ക് കോർ പേപ്പേഴ്സ് ആണ്. ദെൻ അർബൻ സോഷ്യോളജി, എൻവയോൺമെന്റൽ സോഷ്യോളജി, ട്രൈബൽ കൾച്ചർ ഓഫ് ഇന്ത്യ, റീഡിംഗ് എത്നോഗ്രഫീസ്, ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ, വിഷ്വൽ ആന്ത്രപ്പോളജി, ഇതെല്ലാം എലക്റ്റീവ്സ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് 4 ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഗ്രീൻ കളർ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ ഗ്രീൻ കളറിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്നത് നമ്മുടെ ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടിയുള്ള സബ്ജക്റ്റുകളാണ്. നമുക്ക് റീഡിംഗ് എത്തനോഗ്രഫീസ് വരെയുള്ള കോഴ്സുകളിലെ എല്ലാ മെറ്റീരിയൽസും എല്ലാ സപ്പോർട്ടും ലേൺ വൈസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷനും അതുപോലെ തന്നെ വിഷ്വൽ ആന്ത്രപ്പോളജിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് നമുക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഡീകോഡിംഗിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ പേപ്പർ BCOS 111 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നാണ് പേപ്പറിന്റെ ടൈറ്റിൽ. ഇതിൽ പറയുന്നത്, ഈ ഒരു പേപ്പറിൽ പറയുന്നത് സോഷ്യോളജിയിലെ മേജർ ആയിട്ടുള്ള ക്ലാസിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചാണ്. ഇവിടെ 3 മേജർ ക്ലാസിക്കൽ തിങ്കേഴ്സിനെയാണ് പറയുന്നത്. ഒന്ന് കാൾ മാക്സ്, എമിൽ ഡർക്കെയിം ആൻഡ് മാക്സ് വെബർ. സോ കാൾ മാക്സ് ആണ് ബ്ലോക്ക് 1 എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 4 യൂണിറ്റുകളാണ്. ഈ 4 യൂണിറ്റുകളിലായിട്ട് എന്താണ് കാൾ മാക്സിന്റെ മേജർ ആയിട്ടുള്ള ഐഡിയാസ്, ഐഡിയോളജീസ്, തിയറീസ് ആണ് പറയുന്നത്. സോ യൂണിറ്റ് 1 പറയുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാൾ മാക്സ് വർക്ക്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തിങ്കറുടെ ഐഡിയ, അസെപ്ഷൻസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, അവർ സമൂഹത്തിനെ കാണുന്ന രീതി, അതുപോലെ തന്നെ അവരുടെ തിയറീസിന്റെ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ബേസ്, അവരുടെ ആർഗ്യുമെന്റ്സിന്റെ ഒരു ബേസ് ഒക്കെയാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ കാൾ മാക്സിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ് യൂണിറ്റ് 1 പറയുന്നത്. യൂണിറ്റ് 2 വരുമ്പോൾ അവിടെ മാക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളാണ് യൂസ് വാല്യൂ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വാല്യൂ. ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള ഒരു കോണ്ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. സോ എന്താണ് യൂസ് വാല്യൂ, എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ, അതിന്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ആ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 പറയുന്നത് എന്താണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് അത് സോഷ്യലി ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ദെൻ യൂണിറ്റ് 4 പറയുന്നത് ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ആണ്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാൾ മാക്സിന്റെ എല്ലാ വർക്കുകളുടെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹബ് ആയിട്ടാണ് നമുക്ക് ബ്ലോക്ക് 1 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 വരികയാണെങ്കിൽ നമ്മളെ സോഷ്യോളജിന്റെ തന്നെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള എമിൽ ഡർക്കെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ബ്ലോക്ക് 2 കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് യൂണിറ്റ് 5 പറയുന്നത് എമിൽ ഡർക്കെയിമിന്റെ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ്.
ദെൻ എമിൽ ഡർക്കീം സൊസൈറ്റിനെ പഠിച്ചിട്ടുള്ളത് സോഷ്യൽ ഫാക്ട് വെച്ചിട്ടാണ്. സോ യൂണിറ്റ് 6 സോഷ്യൽ ഫാക്ടുകളാണ് പറയുന്നത്. എന്താണ് ഡർക്കീമിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഫാക്ട്, എങ്ങനെയാണ് സോഷ്യൽ ഫാക്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സമൂഹത്തിനെ പഠിക്കുന്നത്, ദെൻ ടൈപ്സ് ഓഫ് സോഷ്യൽ ഫാക്ടുകളാണ് യൂണിറ്റ് 6 പറയുന്നത്. ദെൻ യൂണിറ്റ് 7 വരുമ്പോൾ തന്നെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് എന്നാണ് ഇതിന്റെ ഹെഡിങ് വരുന്നത്. അതായത് ഡർക്കീം സോഷ്യോളജിയിലെ സൊസൈറ്റിനെ ഇൻഡിവിജ്വൽ ആയിട്ടും കളക്റ്റീവ് ആയിട്ടും പറയുന്നുണ്ട്. അതിനെയാണ് ആ യൂണിറ്റ് 7 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ദെൻ യൂണിറ്റ് 8 പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് 2 തരത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യാണ്. ഒന്ന് നോർമലും ഒന്ന് പാത്തോളജിക്കലും. എന്താണ് നോർമൽ, എന്താണ് പാത്തോളജിക്കൽ, എന്താണ് അതിന്റെ എക്സാമ്പിൾസ്, കാര്യങ്ങളാണ് യൂണിറ്റ് 8 ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ മാക്സ് വെബർ ആണ്. മാക്സ് വെബറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 9, അതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് മാക്സ് വെബേഴ്സ് വർക്ക്. ദെൻ യൂണിറ്റ് 10 വരുമ്പോൾ മാക്സ് വെബർ നമ്മൾ നേരത്തെ പറഞ്ഞു എമിൽ ഡർക്കീം സൊസൈറ്റിനെ പഠിച്ചത് സോഷ്യൽ ഫാക്ട് വെച്ചിട്ടാണ്. എന്നാൽ മാക്സ് വെബർ സൊസൈറ്റിനെ പഠിച്ചിട്ടുള്ളത് സോഷ്യൽ ആക്ഷൻ വെച്ചിട്ടാണ്. സോ യൂണിറ്റ് 10 പറയുന്നത് എന്താണ് സോഷ്യൽ ആക്ഷൻ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഒക്കെയാണ് യൂണിറ്റ് 10 പറയുന്നത്. അതുപോലെ തന്നെ നമ്മള് വെബർ സൊസൈറ്റിനെ പഠിക്കാൻ യൂസ് ചെയ്ത ഒരു ടൂൾ ആണ് ഐഡിയൽ ടൈപ്പ്. അപ്പൊ എന്താണ് ഐഡിയൽ ടൈപ്പ് എന്നുള്ളത് കൂടി ആ യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ യൂണിറ്റ് 11 വരുമ്പം പവർ ആൻഡ് അതോറിറ്റി. മാത്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പവർ, എന്താണ് അതോറിറ്റി, അതോറിറ്റിയിലേക്ക് വരുമ്പം അതില് അതോറിറ്റിന്റെ ടൈപ്സും കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ദെൻ യൂണിറ്റ് 12 വരുമ്പോൾ റിലീജിയൻ ആൻഡ് എക്കോണമി. മാക്സ് വെബറിന്റെ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ് റിലീജിയൻ ആൻഡ് എക്കോണമി. അപ്പം അത് എന്താണെന്നാണ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇനിയുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് BCOS 112 സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്. ഒരു സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെത്തഡോളജികൾ പറഞ്ഞു പോവുകയാണ് ഈ ഒരു സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ് എന്നുള്ള പേപ്പറിലൂടെ. എന്താണ് സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ഓവർവ്യൂ ആണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. എന്താണ് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം റിസർച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ സയൻസിൽ നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റ് 1 കൈകാര്യം ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 വരുമ്പം തിയറി ആൻഡ് റിസർച്ച്. നമുക്കറിയാം റിസർച്ചും തിയറിയും രണ്ട് ടേംസും അടുത്ത് നിൽക്കുന്ന രണ്ട് ടേംസ് ആണ്. സോ എന്താണ് തിയറി, എന്താണ് റിസർച്ച്, ഇത് തമ്മിൽ എന്താണ് സിമിലാരിറ്റി എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 2 പറയുന്നത്. ദെൻ യൂണിറ്റ് 3 വരുമ്പോൾ ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ സയൻസ്. നമുക്കറിയാം സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ്. സോ നമ്മൾ അടങ്ങുന്ന സമൂഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കുള്ള ഒരുപാട് ചിന്തകൾ, നമുക്കുള്ള പ്രെജുഡൈസ് ഒക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഈ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ എങ്ങനെ ഒബ്ജക്ടിവിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3. ദെൻ അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ആണ് റിഫ്ലെക്സിവിറ്റി. സോ ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 5 to 7 പറയുന്നത് സോഷ്യോളജിയിലെ കുറച്ച് മെത്തേഡ്സ് ആണ്. അതിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, കമ്പാരിറ്റീവ് മെത്തേഡ്, എത്തനോ മെത്തഡോളജി. ഇത് സോഷ്യോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മെത്തേഡുകളാണ്. സോ എന്താണ് ഈ മെത്തേഡ്, ഇതിന്റെ ടൈപ്സ്, ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് 5, 6, 7 യൂണിറ്റുകളിൽ പറയുന്നത്. ദെൻ യൂണിറ്റ് 8 വരുമ്പോൾ സോഷ്യൽ സയൻസിലെ റിസർച്ചിന്റെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് യൂണിറ്റ് 8 കൈകാര്യം ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 9ഉം 10ഉം നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഈ ഡാറ്റ മെഷറബിൾ ആണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലൂടെയും, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് സോഷ്യൽ പ്രോസസ്സിനെയൊക്കെയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് കൂടിയാണ് നമ്മൾ പഠിക്കുക. സോ യൂണിറ്റ് 9 എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് എൻക്വയറി എന്നുള്ളതാണ്, അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ടൈപ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നു. യൂണിറ്റ് 10 വരുമ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ദെൻ ഈ ഒരു സെഷനിൽ ലാസ്റ്റിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 11, ഇത് വൺ ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. സോഷ്യൽ റിസർച്ചിലെ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഒരുപാട് ടൂൾസ് ഉണ്ട് സോഷ്യൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ICT ടൂൾസ് ഏതൊക്കെയാണ്, അതിന്റെ യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിലൂടെ പറയുന്നത്. സോ
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടും കോർ സബ്ജക്റ്റുകളാണ്. നെക്സ്റ്റ് പറയുന്നതും ഒരു കോർ സബ്ജക്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ BCOS 111ന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് BCOS 113 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 2. സോ ഇതിൽ പറയുന്നത് ബ്ലോക്ക് 1ൽ നമുക്ക് കാണാം ഹെഡിങ് ഫംഗ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ. ഇതാണ് ഹെഡിങ്. ഈ ഫംഗ്ഷൻ, സിസ്റ്റം, സ്ട്രക്ചർ വെച്ചിട്ട് ഈ 3 ലെൻസിലൂടെ സൊസൈറ്റിനെ പഠിച്ചിട്ടുള്ള ആളുകളെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 1ലും 2ലും 3ലും ആയിട്ട്. അതായത് റാഡ്ക്ലിഫ് ബ്രൗണും പാഴ്സൺ ആൻഡ് ലെവി-സ്ട്രോസ്. സോ ഇവർക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ സോഷ്യോളജിക്കൽ തിയറീസിന്റെ ഒരു അപ്രോച്ചും കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസിന്റെ അപ്രോച്ചാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറീസ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഫംഗ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ. ഈ ഫംഗ്ഷനും സിസ്റ്റവും സ്ട്രക്ചറും വെച്ചിട്ട് നമുക്ക് 3 തരത്തിലുള്ള അപ്രോച്ചുകൾ ഉണ്ട്. അതിൽ ഒന്ന് ഫംഗ്ഷനലിസ്റ്റ്, ഒന്ന് സ്ട്രക്ചറലിസ്റ്റ്, ഒന്ന് ഫംഗ്ഷണൽ സ്ട്രക്ചറലിസം. സോ ഈ 3 അപ്രോച്ചസും വെച്ച് പഠിച്ചിട്ടുള്ള 3 തിയറിസ്റ്റുകളാണ് ഫസ്റ്റ് അതിൽ പറയുന്നത്. യൂണിറ്റ് 1ൽ റാഡ്ക്ലിഫ് ബ്രൗൺ. റാഡ്ക്ലിഫ് ബ്രൗൺ ഒരു ഫംഗ്ഷനലിസ്റ്റ് ആണ്, എന്നാൽ അദ്ദേഹം സ്ട്രക്ചറൽ ഫംഗ്ഷനിസത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു യൂണിറ്റ് 1ൽ നമുക്ക് ബ്രൗണിനെയും അതേപോലെ ഫംഗ്ഷനലിസം എന്താണ്, സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 2ൽ താൽക്കോട്ട് പാസറിന്റെ സോഷ്യൽ ആക്ഷൻ. വെബറും സോഷ്യൽ ആക്ഷനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പാസറും സോഷ്യൽ ആക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ സോഷ്യൽ ആക്ഷനെ ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷനലിസ്റ്റ് അപ്രോച്ചിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് പാസൺ. സോ യൂണിറ്റ് 2ൽ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ യൂണിറ്റ് 3ൽ ലെവി-സ്ട്രോസ് സൊസൈറ്റിനെ പഠിക്കാൻ സ്ട്രക്ചർ ഒരു മോഡൽ ആക്കണം എന്നാണ് ലെവി-സ്ട്രോസ് പറയുന്നത്. സോ സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ലെവി-സ്ട്രോസ്. സോ ഈ ഫസ്റ്റത്തെ ബ്ലോക്ക് 1ലെ 3 യൂണിറ്റും ഈ സ്ട്രക്ചറൽ ഫംഗ്ഷനിസം, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനലിസത്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. അതിലുള്ള മെയിൻ തിങ്കേഴ്സും അവരുടെ മെയിൻ കൺസെപ്റ്റുകളാണ് ഇതിലുള്ളത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുമ്പം സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി. സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ ഒരു സെൽഫിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് ഈ ഒരു എൻ്റെ ബ്ലോക്കിലൂടെ നമ്മൾ 3 തിയറിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 4ൽ GH മീഡിന്റെ ഇന്ററാക്ഷണൽ സെൽഫ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അദ്ദേഹം ഒരു സിംബോളിക് ഇന്ററാക്ഷനിസ്റ്റ് ആണ്. സോ അദ്ദേഹം സെൽഫിനെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4. ദെൻ യൂണിറ്റ് 5 എർവിങ് ഗോഫ്മാന്റെ പ്രസന്റേഷൻ ഓഫ് സെൽഫ്. ഇത് സോഷ്യോളജിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. സോ ഇതിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആ അപ്രോച്ചിനെ നമ്മൾ ഡ്രമറ്റജി എന്നാണ് പറയാം. ദെൻ യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ ലക്മാൻ ആൻഡ് ബർഗർ അവരുടെ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, അതായത് കുറച്ചുകൂടി ഒരു എത്തനോ മെത്തഡോളജി രീതിയിലാണ് അവർ ഈ സോഷ്യൽ റിയാലിറ്റിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ സെൽഫിനെയും സോഷ്യൽ റിയാലിറ്റിനെയും പറയുന്ന 3 യൂണിറ്റ് ആണ് ബ്ലോക്ക് 2ലുള്ളത്. സോ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് നീങ്ങാണ്. ഇതിൽ ബ്ലോക്ക് 3ൽ നമ്മൾ ഹെഡിങ് കാണുന്നത് എന്താണ്, ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചർ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ എൻ്റർ ആയിട്ട് പറയുന്നത് എന്താണ് മാസ് കൾച്ചർ, മീഡിയ, കൺസ്യൂമറിസം, അതും അതിന്റെ ക്രിട്ടിക്സും ആണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. സോ യൂണിറ്റ് 7ലേക്ക് കടക്കുമ്പോൾ എന്താണ് മാസ് കൾച്ചർ, അതിന്റെ ക്രിട്ടിക്സും. യൂണിറ്റ് 8ലേക്ക് കടക്കുമ്പോൾ അഡോണോന്റെ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രി എന്നുള്ള കൺസെപ്റ്റ് ആണ് അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 9ലേക്ക് കടക്കുമ്പോൾ ഹെർബർട്ട് മാർക്യൂസിന്റെ 1 ഡയമെൻഷണൽ മാൻ. ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ബ്ലോക്കിൽ ഒരു മൊത്തത്തിൽ ഇതിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാസ് കൾച്ചർ പിന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് ഡൊമൈനിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരെല്ലാവരും ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4ലേക്ക് എടുക്കുമ്പോൾ അതിന്റെ ഹെഡിങ് പവർ, ഡിസ്കോഴ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്നാണ്. സോ എന്താണ് പവർ, എന്താണ് ഡിസ്കോഴ്സ്, എന്താണ് റീപ്രൊഡക്ഷൻ, എങ്ങനെയാണ് മോഡേൺ അതായത് പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റുകളായിട്ടുള്ള ബോധ്യയും ഫൂക്കയൊക്കെ ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് പവർ എന്ന് പറയുന്നത്. അതേസമയം ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യാൻ നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നോളജ്, ലാംഗ്വേജ്, പ്രാക്ടീസിനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നെങ്കിൽ ഒരു മെഡിക്കൽ സയൻസ് ആണ് ഒരു മനുഷ്യന് ഹെൽത്തി ആണോ സിക്ക് ആണോ എന്ന് പറയുന്നത്. സോ മെഡിക്കൽ സയൻസ് ഒരു ഡിസ്കോഴ്സ് ആണ്.
ദെൻ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പം ഇത്രയും ജനറേഷൻസിലൂടെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിലുള്ള ഇന്നിക്വാലിറ്റീസ് അതുപോലെ തന്നെ അതിന്റെ ഹൈറാർക്കീസ് ഒക്കെ നിലനിന്നിരുന്നത്. സോ ഈ 3 കൺസെപ്റ്റിനെയും പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4. അതിൽ യൂണിറ്റ് 10 ബോഡി ഓഫ് ഈ റീപ്രൊഡക്ഷൻ ഹാബിറ്റസ് ആൻഡ് എംബോഡിമെന്റ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് ആണ് യൂണിറ്റ് 10 നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ യൂണിറ്റ് 11 വരുമ്പോൾ ഫൂക്കോ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് പവറും നോളജും ഒരു ഹ്യൂമനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ഹ്യൂമന്റെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്കോഴ്സിനൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 11 പറയുന്നത്. സോ ദെൻ നേരത്തെ പറഞ്ഞ റിസർച്ച് മെത്തേഡ്സിന്റെ ബാക്കിയുള്ള അതായത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് BCOS 114 റിസർച്ച് മെത്തേഡ്സ്. ഇത് കുറച്ചും കൂടി മുന്നത്തെ ഒരു പേപ്പർ നമ്മൾ പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫസ്റ്റത്തത് ഡൂയിങ് സോഷ്യൽ റിസർച്ച്. ബ്ലോക്ക് 1 ഡൂയിങ് സോഷ്യൽ റിസർച്ച്. എങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു മൊത്തത്തിലുള്ള ഓവർവ്യൂ ആണ് ആ ബ്ലോക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിൽ യൂണിറ്റ് 1 റിസർച്ച് ഡിസൈൻ. എങ്ങനെയാണ് ഒരു റിസർച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക, അതിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 1 റിസർച്ച് ഡിസൈൻ. ഇനി യൂണിറ്റ് 2 വരികയാണെങ്കിൽ നമുക്കറിയാം സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഫീൽഡ് വർക്ക് ഉണ്ട്. അപ്പൊ ഒരു ഫീൽഡിലെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെയാണ് ഡൂയിങ് ഫീൽഡ് വർക്കിലൂടെ പറയുന്നത്. അതായത് ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫീൽഡിലേക്ക് എങ്ങനെ ആക്സസ് ലഭിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫീൽഡിലുള്ള ആളുകളായിട്ട് നമ്മൾ എങ്ങനെ ഒരു റാപ്പോ ബിൽഡ് ചെയ്യും, നമ്മുടെ ഒബ്സർവേഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യും, ഇക്കാര്യങ്ങളൊക്കെയാണ് ഡൂയിങ് ഫീൽഡ് വർക്ക് എന്നുള്ള യൂണിറ്റ് 2 ദെൻ യൂണിറ്റ് 3 വരുമ്പോൾ എത്തിക്സ് ഓഫ് സോഷ്യൽ റിസർച്ച്. നമ്മുടെ സോഷ്യൽ റിസർച്ചിൽ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മുടെ റിസർച്ചർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റിസർച്ചർ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഇതാണ് യൂണിറ്റ് 3 പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ബ്ലോക്ക് 2 ഹെഡിങ് നമുക്ക് കാണാം മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്നാണ്. ഇതില് ഡാറ്റ കളക്ഷന്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുന്ന മെത്തേഡ്സും അതിൽ യൂണിറ്റ് 4 പറഞ്ഞത് സാമ്പിളിംഗ്, എങ്ങനെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്നുള്ള കാര്യങ്ങളാണ്. യൂണിറ്റ് 5 വരുമ്പോൾ സെൻസസ് ആൻഡ് സർവേ. എന്താണ് സെൻസസ്, എന്താണ് സർവേ, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. യൂണിറ്റ് 6 വരുമ്പോൾ ഒബ്സർവേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ എന്താണ് ഒബ്സർവേഷൻ, ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 7 വരുമ്പോൾ ക്വസ്റ്റ്യൻ ഷെഡ്യൂള്, ഇന്റർവ്യൂ. ഇത് 3 സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഒരൊറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ എന്താണ് ഇത് നമ്മൾ ഡിഫറൻസ്, ഓരോ ക്വസ്റ്റ്യനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, ഇന്റർവ്യൂ എന്താണെന്നൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. യൂണിറ്റ് 8 വരുമ്പോൾ എന്താണ് കേസ് സ്റ്റഡി, എന്താണ് ലൈഫ് ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ബ്ലോക്ക് 2 ലാസ്റ്റ് യൂണിറ്റ് 9 എത്തനോഗ്രാഫിക് മെത്തേഡ് എന്താണ്, അതിന്റെ ടൈപ്സും അതിന്റെ റൂൾസും കാര്യങ്ങളുമാണ് പറയുന്നത്. സോ നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഈ ബ്ലോക്കിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നാണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ യൂണിറ്റ് 10 ഒരു ഡാറ്റ നമുക്ക് എങ്ങനെ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യാം, അതാണ് യൂണിറ്റ് 10 കൈകാര്യം ചെയ്യുന്നത്. യൂണിറ്റ് 11 വരുന്നത് നമ്മൾ ആവറേജസിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ആവറേജ് കണ്ടെത്താം എന്നുള്ള കാര്യമാണ് പറയുന്നത്. യൂണിറ്റ് 12 വരുമ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, വേരിയേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ലാസ്റ്റത്തെ ബ്ലോക്ക് ഡെവലപ്പിംഗ് എ റിസർച്ച് പ്രൊജക്ട്. എങ്ങനെ ഒരു റിസർച്ച് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അതിൽ യൂണിറ്റ് 13 വരുന്നത്. യൂണിറ്റ് 13 ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് എങ്ങനെ ഒരു റിസർച്ച് പ്രോബ്ലം, ഒരു ടോപ്പിക് കണ്ടെത്താം, അതിന്റെ ഫീസിബിലിറ്റി, അതിന്റെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഈ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 13 വരുന്നത്. യൂണിറ്റ് 14 വരുമ്പോൾ ഒരു റിസർച്ച് പ്രപ്പോസൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് അതിൽ പറയുന്നത്. ഇപ്പം അതിന്റെ സ്റ്റെപ്സ്, അതുപോലെ അതിൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാവും.
സോ ഇത്രയാണ് നമുക്ക് കോർ സബ്ജക്റ്റുകളായിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ടീവ്സ് ആണ്. സോ BCO 141 അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാല് സോഷ്യോളജി തന്നെ ഒരു ബ്രാഞ്ച് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് ആണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. ഒരു കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അർബൻ ഏരിയാസിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഇന്ററാക്ഷൻസ്, അവരുടെ വർക്ക്, ഇതിനൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സോഷ്യോളജിക്കൽ ബ്രാഞ്ച് ആണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ ഒരു അർബൻ സോഷ്യോളജിന്റെ ഇമ്പാക്ട് ഒരു ഫാമിലിയിൽ എങ്ങനെയാണ്, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ മേഖലയിലൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. സോ ഇതിന്റെ ഒരു ബ്ലോക്കിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് അർബൻ സോഷ്യോളജി. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അർബൻ സോഷ്യോളജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബ്ലോക്ക് 1 വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് അർബൻ സോഷ്യോളജി, അതിന്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, അതിന്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളാണ് അർബൻ സോഷ്യോളജിയിൽ വരുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് 2 അർബണൈസേഷൻ ആൻഡ് അർബണിസം. എന്താണ് ഈ രണ്ട് കൺസെപ്റ്റ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 3 വരുമ്പോൾ സിറ്റി, എന്താണ് സിറ്റി, അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ ടൈപ്സ്, അതിന്റെ ഇമ്പാക്ട്സ്, കാര്യങ്ങളൊക്കെയാണ് സിറ്റി എന്നുള്ള ഒരു യൂണിറ്റിൽ വരുന്നത്. ദെൻ നമ്മൾ അടുത്തൊരു ബ്ലോക്കിലേക്ക് പോകുമ്പോൾ അർബൻ സോഷ്യോളജിന്റെ പേഴ്സ്പെക്റ്റീവ്സ് ആണ്. അതായത് അർബൻ സോഷ്യോളജി പഠിക്കാനുള്ള ഒരു തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സിനെയാണ് 4 പേഴ്സ്പെക്റ്റീവ്സ് ആണുള്ളത്. ആ 4 പേഴ്സ്പെക്റ്റീവ്സ് ആണ് ഓരോ യൂണിറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ യൂണിറ്റ് 4 ഒരു എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്, യൂണിറ്റ് 5 പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, യൂണിറ്റ് 6 നെറ്റ്വർക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, ദെൻ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഇതെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടും നമ്മൾ അർബൻ സോഷ്യോളജിനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെൻസ് വെച്ചിട്ട് പഠിക്കുകയാണ്. സോ ഈ 4 യൂണിറ്റും അർബൻ സോഷ്യോളജിന്റെ പെർസ്പെക്റ്റീവ്സിനെ തിയററ്റിക്കൽ ഗ്രൗണ്ടിനെയാണ് പറയുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കിൽ എന്താന്ന് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് മൈഗ്രേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് സെറ്റിൽമെന്റ്സ് എന്നാണ് ഈ ബ്ലോക്കിന്റെ പേര്. സോ എന്താണ് മൈഗ്രേഷൻ എന്നാണ് ഫസ്റ്റ് ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 8 പറയുന്നത് എന്താണ് മൈഗ്രേഷൻ. മൈഗ്രേഷന്റെ ടൈപ്സ്, അതിന്റെ ഇമ്പാക്റ്റുകളാണ് യൂണിറ്റ് 8 മൈഗ്രേഷനിൽ പറയുന്നത്. ദെൻ യൂണിറ്റ് 9 വരുമ്പോൾ അർബൻ ഏരിയാസിലുള്ള ഒക്യുപ്പേഷൻസ്, ഒരു എംപ്ലോയ്മെന്റ് രീതികള്, അർബൻ ജോബ്സ്, അതുപോലെ തന്നെ ജെൻഡർ റോൾസ് ഒക്കെയാണ് ഈ ഒക്യുപ്പേഷനിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 10 വരുന്നത് സ്ലം. എന്താണ് സ്ലം, അതിന്റെ മീനിങ്, അതിന്റെ ഗ്രോത്ത്, അതിന്റെ കണ്ടീഷന്, അതിന്റെ ചലഞ്ചസ്, ഇതാണ് യൂണിറ്റ് 10 പറയുന്നത്. ദെൻ യൂണിറ്റ് 11 സ്ലം പോലെയുള്ള എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയയിലുള്ള ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നതാണ് ഒന്ന് സ്ലം. അതുപോലെ തന്നെയാണ് നൈബർഹുഡ് ആൻഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി. സ്ലം, നൈബർഹുഡ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ അർബന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇത് എന്തെല്ലാം ആണെന്ന് ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, നെക്സ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് ഒരു അർബൻ സ്പേസിന്റെ കൾച്ചറൽ പൊളിറ്റിക്സ് ആണ്. സോ ഇതിൽ പറയുന്നത് ഒരു അർബൻ സ്പേസിന്റെ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ ഒരു ഐഡന്റിറ്റിനെ കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ, ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 12 എന്താണ് കൺസ്യൂമർ, കൾച്ചർ, ലേഷർ അക്കോർഡിംഗ് ടു അർബണില്. അതുപോലെ തന്നെ യൂണിറ്റ് 13 അർബൻ ഏരിയാസിൽ കാസ്റ്റ്, ക്ലാസ്, എത്നിസിറ്റി, ജെൻഡർ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ബ്ലോക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ അർബൻ സോഷ്യോളജി. നമുക്ക് സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അർബൻ സോഷ്യോളജി. അടുത്തതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇലക്റ്റീവ് ആണ് BCOE 143 എൻവയോൺമെന്റൽ സോഷ്യോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർബൻ സോഷ്യോളജി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോളജിന്റെ ഒരു ബ്രാഞ്ച് ആണ് എൻവയോൺമെന്റൽ സോഷ്യോളജി. സോ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്താന്ന് ചോദിച്ചാല് സൊസൈറ്റിയും എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച്. സോ അതെന്താണ്, ആ ഒരു ബ്രാഞ്ചിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു കോഴ്സിലൂടെ
നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എൻവയോൺമെന്റൽ സോഷ്യോളജി എൻവിഷനിങ് ആണ്. സോ എന്താണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയാണ്. അതിലെ യൂണിറ്റ് 1 വരുമ്പോൾ എന്താണ് എൻവയോൺമെന്റൽ സോഷ്യോളജി, അതിന്റെ നേച്ചർ, സ്കോപ്പ്, അതിന്റെ ഒറിജിന്, ഇക്കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ റിയലിസ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ്. അതായത് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് വെച്ചാൽ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജിയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഡിബേറ്റ് ആണ് റിയലിസ്റ്റ് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ്. അതായത് ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന് രണ്ട് രീതിയിൽ കാണുന്നതാണ്. അതിൽ ഒന്ന് റിയലിസ്റ്റ്, ഒന്ന് കൺസ്ട്രക്ഷനിസ്റ്റ്. റിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു മെറ്റീരിയൽ ലെൻസിലൂടെ നോക്കുക എന്നുള്ളതാണ്. കൺസ്ട്രക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സോഷ്യൽ പെർസ്പെക്റ്റീവിലൂടെ നോക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഡിബേറ്റ് ആണ് യൂണിറ്റ് 2 ഉള്ളത്. രണ്ട് കൺസെപ്റ്റുകളും രണ്ടുപേരും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തമ്മിലുള്ള ആ ഡിബേറ്റിന്റെ കാര്യങ്ങളും യൂണിറ്റ് 2 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 3 കീ കൺസെപ്റ്റ്സ് ആണ്. എൻവയോൺമെന്റൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീ കൺസെപ്റ്റുകൾ. അതില് എൻവയോൺമെന്റ്, നേച്ചർ, എക്കോളജി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഡീപ്പ് എക്കോളജി, ഇങ്ങനത്തെ എൻവയോൺമെന്റൽ കൺസെപ്റ്റുകൾ എന്താണെന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3. സോ യൂണിറ്റ് 3 പിന്നെ അങ്ങോട്ട് പറയുന്നത്, യൂണിറ്റ് 3 കഴിഞ്ഞ് ബ്ലോക്ക് 2 വരുമ്പോൾ പിന്നെ അങ്ങോട്ട് പറയുന്നത് നമ്മൾ നേരത്തെ അർബൻ സോഷ്യോളജി പഠിക്കാൻ പറഞ്ഞിട്ടുള്ള അപ്രോച്ചസ് പോലെ തന്നെ എൻവയോൺമെന്റൽ സോഷ്യോളജി പഠിക്കാൻ യൂസ് ചെയ്യുന്ന അപ്രോച്ചസിനെയാണ് പറയുന്നത്. ഇതില് യൂണിറ്റ് 4 സോഷ്യൽ എക്കോളജി എന്നുള്ളത് മുറേ ബുക്ചിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി പഠിക്കുക എന്നുള്ളതാണ് ആ യൂണിറ്റ് 4 പറയുന്നത്. യൂണിറ്റ് 5 പറഞ്ഞത് ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ, അലൻ ഷേബർഗിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. സോ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ദെൻ യൂണിറ്റ് 6 വരുമ്പം എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞൊരു തിയറിയാണ്. ജോസഫ് ഹബ്ബെ ആണെങ്കിൽ ഈ ഒരു തിയറിന്റെ വക്താവായിട്ട് കാണുന്നത്. സോ അത് എന്താണ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. യൂണിറ്റ് 7 വരുമ്പോൾ റിസ്ക് സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടത് അൾറിച്ച് ബെക്കാണ്. അപ്പൊ അൾറിച്ച് ബെക്കിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ് റിസ്ക് എന്നുള്ളതിന്റെ ആ ഒരു തിയറിന്റെ ഒരു അപ്ലിക്കേഷൻ, അതായത് എൻവയോൺമെന്റിൽ ഒരു അപ്ലിക്കേഷൻ ആണ് ആ യൂണിറ്റ് 7 നമുക്ക് മനസ്സിലാവുക. ദെൻ യൂണിറ്റ് 8 വരുമ്പോൾ എന്താണ് എക്കോ ഫെമിനിസം. നമുക്കറിയാം വന്ദന ശിവയാണ് എന്താണ് എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വന്ദന ശിവനെ കുറിച്ചും അതുപോലെ തന്നെ എക്കോ ഫെമിനിസത്തിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ദെൻ അവിടെ പുതിയൊരു കൺസെപ്റ്റും കൂടി പറയുന്നുണ്ട്, ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം. ദെൻ യൂണിറ്റ് 9 വരുമ്പോൾ പൊളിറ്റിക്കൽ എക്കോളജി എന്നുള്ള ഒരു അപ്രോച്ച് കൂടി അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ഒരു എന്താണ് മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, കൺസേൺസ്, എങ്ങനെയാണ് ഒരു സമൂഹം അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, എക്സ്പെഷ്യലി ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇത് പറയുന്നത്. സോ ബ്ലോക്ക് 3 പേര് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. അതിൽ യൂണിറ്റ് 10 പറയുന്നത് ആന്ത്രോപോസീൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ആന്ത്രോപോസീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഏജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഓറിയന്റഡ് ആയിട്ട് എൻവയോൺമെന്റിനെ കാണുന്ന ഒരു ശാഖയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ആന്ത്രോപോസീൻ എന്ന് പറയുന്നത്. അതും ക്ലൈമറ്റ് ചേഞ്ചുമാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ യൂണിറ്റ് 11 വരുമ്പോൾ മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ടുള്ള പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പൊല്യൂഷൻ, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, അതുപോലെ അതിന്റെ റീസൺ, അതിന്റെ സൊല്യൂഷൻ, എല്ലാ കാര്യങ്ങളും യൂണിറ്റ് 11 പറയുന്നുണ്ട്. ദെൻ യൂണിറ്റ് 12 വരുമ്പോൾ എൻവയോൺമെന്റൽ പോളിസീസ് ഇൻ ഇന്ത്യയിൽ ഒരുപാട് എൻവയോൺമെന്റൽ പോളിസീസ് ഉണ്ട്. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഒരു എൻവയോൺമെന്റ് ഇഷ്യൂസ് ഒക്കെ ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒരു ലോസിലൂടെ അല്ലെങ്കിൽ പോളിസിയിലൂടെ ഒക്കെയാണ്. സോ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അത്തരത്തിലുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടുകളൊക്കെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കമ്മിറ്റികളും ഒക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ആണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 13 പറയുന്നത് ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ് ആയിട്ടുള്ള ചിപ്കോ ആണ്.
ദെൻ യൂണിറ്റ് 14 വരുന്നത് വാട്ടർ ബേസ്ഡ് മൂവ്മെന്റ് ആയിട്ടുള്ള നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ആ ഒരു മൂവ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. യൂണിറ്റ് 5 വരുമ്പോൾ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് ആന്റി മൈനിങ് ആൻഡ് സീഡ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് എൻവയോൺമെന്റ് സോഷ്യോളജിയിലെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ. ദെൻ നെക്സ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ BCOE 142 ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ. ഇതിൽ പറയുന്നത് എന്ന് വെച്ചാല് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സോഷ്യോളജി ഡെവലപ്പ് ആയി വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇന്ത്യൻ സോഷ്യോളജിന്റെ ഒരു എവല്യൂഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ ബ്ലോക്ക് 1 പറയുന്നത്. യൂണിറ്റ് 1 പറയുന്ന കാര്യം മേജർ ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്നാണ്. എന്തൊക്കെയാണ് ഇപ്പൊ വെസ്റ്റേൺ തോട്ട്, കൊളോണിയൽ റൂള്, ഇന്ത്യൻ ഫിലോസഫി, സോഷ്യൽ ഇൻഡിപെൻഡൻസ് പോലത്തെ മേജർ ഒരു ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷനിലേക്ക് നയിച്ചിട്ടുള്ള മേജർ ഇൻഫ്ലുവൻസസ് എന്താണെന്നാണ് പറയുന്നത്. ദെൻ യൂണിറ്റ് 2 ഇന്ത്യയിലുള്ള മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ. ഇന്ത്യന്റെ സോഷ്യോളജിക്കൽ ട്രഡീഷനിലുള്ള മേജർ സ്കൂൾസ് ആണ്. അതായത് പല പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റീസിനെ പഠിച്ചിട്ടുണ്ട്. അതിലൊരു പെർസ്പെക്റ്റീവ് ആണ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്, സബൾട്ടൻ പെർസ്പെക്റ്റീവ്, സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, അതുപോലെ ഒരുപാട് പെർസ്പെക്റ്റീവുകളുണ്ട്. ഇത്തരം പെർസ്പെക്റ്റീവുകളെ സംസാരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് മേജർ സ്കൂൾ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 2 വരികയാണെങ്കിൽ ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റ്, മെയിൻ ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് യൂണിറ്റ് 3 രാധാകമൽ മുഖർജി ആണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ സോഷ്യോളജിന്റെ ഒരു ഫൗണ്ടിങ് ഫാദർ ആയിട്ട് കാണാം. യൂണിറ്റ് 4 GS ഗുരിയ ആണ്. GS ഗുരിയ നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ്. ദെൻ യൂണിറ്റ് 5 DP മുഖർജി, അദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡീസ് ഒക്കെ അദ്ദേഹം നമ്മുടെ സൊസൈറ്റിനെ കൂടുതൽ കേസ് സ്റ്റഡീസ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 6 NK ബോസ്, യൂണിറ്റ് 7 എൽവിൻ. ഇത് മേജർ ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളാണ്. അടുത്തൊരു ബ്ലോക്കിലേക്ക് വരുമ്പോൾ അതും സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കുറച്ചും കൂടി സോഷ്യോളജിനെ, ഇന്ത്യൻ സോഷ്യോളജിയുടെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളുകളെയാണ്. അതില് യൂണിറ്റ് 8 ഐരാവതി കാവേനെ പറയുന്നു. യൂണിറ്റ് 9 AR ദേശായി, യൂണിറ്റ് 10 MN ശ്രീനിവാസൻ. MN ശ്രീനിവാസനൊക്കെ ഇന്ത്യൻ സോഷ്യോളജിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. യൂണിറ്റ് 11 രാമകൃഷ്ണ മുഖർജി. ദെൻ യൂണിറ്റ് 12 ഡ്യൂബെ. സോ ഈ ബ്ലോക്കിൽ പറയുന്നത് കുറച്ചും കൂടി മോഡേൺ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പേപ്പറിൽ 3 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ ട്രഡീഷന്റെ എവല്യൂഷൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റുകൾ മെയിൻ ആയിട്ടുള്ള. സോ അടുത്തത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പേപ്പർ ആണ് BCOE 144 റീഡിംഗ് എത്തനോഗ്രഫീസ്. എത്തനോഗ്രഫി എന്നുള്ള ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡിനെ ഭയങ്കരമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ നൽകുന്ന ഒരു പേപ്പറാണ് തീംസ് ഇൻ എത്തനോഗ്രഫി. ഇതില് എന്താണ് എത്തനോഗ്രഫി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തീംസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് എത്തനോഗ്രഫി. എന്താണ് എത്തനോഗ്രഫി, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തീംസ് ഇൻ എത്തനോഗ്രഫിയിൽ പറയുന്നത്. എങ്ങനെയാണ് ആന്ത്രോപോളജിസ്റ്റ് അത് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു കൾച്ചറിനെ മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെ എത്തനോഗ്രഫീസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 1 പറയുന്നത്. യൂണിറ്റ് 2 പറയുന്നത് കൊളോണിയൽ എത്തനോഗ്രഫി. കൊളോണിയൽ സമയത്ത് പവറിനെയും ഡൊമിനേഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള എത്തനോഗ്രഫി പഠനങ്ങളെയാണ് കൊളോണിയൽ എത്തനോഗ്രഫിയിലൂടെ പറയുന്നത്. ദെൻ ക്ലാസിക്കൽ യൂണിറ്റ് 3 പറയുന്നത് ക്ലാസിക്കൽ എത്തനോഗ്രഫിയാണ്. അതായത് നമ്മുടെ എത്തനോഗ്രഫിന്റെ ഏർലി ആയിട്ടുള്ള, നമുക്കറിയാം എത്തനോഗ്രഫി എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ആന്ത്രോപോളജിന്ന് കടമെടുത്തതാണ്. സോ ക്ലാസിക്കൽ എത്തനോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർലി ആന്ത്രോപോളജിസ്റ്റിന്റെ അവരുടെ ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് ക്ലാസിക്കൽ എത്തനോഗ്രഫി എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ എത്തനോഗ്രഫിയാണ്.
ഇന്ത്യന് മാത്രമായിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്കറിയാം കാസ്റ്റ്. അതുപോലെ തന്നെ റിലീജിയൻ, കിൻഷിപ്പ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു ഇന്ത്യൻ സമൂഹത്തിനെ പഠിക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് 4 ഇന്ത്യൻ എത്തനോഗ്രഫി എന്നുള്ളത്. ദെൻ അടുത്തത് യൂണിറ്റ് 5 ഗ്ലോബൽ എത്തനോഗ്രഫി ആണ്. എങ്ങനെയാണ് വേൾഡ് വൈഡ് ആയിട്ട് പിന്നെ എത്തനോഗ്രഫി നടക്കുന്നത്, ഗ്ലോബലൈസേഷൻ, മൈഗ്രേഷൻ, അതുപോലെ തന്നെ മോഡേൺ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് വേൾഡ് വൈഡ് ആയിട്ട് സ്റ്റഡീസ് എത്തനോഗ്രഫി യൂസ് ചെയ്തിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. കൂടുതലായിട്ടും ഇതിന് നമുക്ക് ടൈപ്സ് ഓഫ് എന്താണ് എത്തനോഗ്രഫി എന്ന് യൂണിറ്റ് 1 പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഒരു ടൈപ്സ് ഓഫ് എത്തനോഗ്രഫി ആയിട്ട് പഠിക്കാനുള്ളതാണ്. സോ അതും നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ബ്ലോക്ക് 2 പറയുന്നത് എത്തനോഗ്രഫിക് കേസസ് ആണ്. നമുക്കറിയാം മൽനോസ്കി ഒക്കെ മൽനോസ്കി, ബ്രൗൺ, ഇവരൊക്കെ നമ്മള് എത്തനോഗ്രഫിന്റെ ഒരു ഫാദേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ യൂണിറ്റ് 6 മൽനോസ്കിന്റെ കേസസ് ആണ് പറയുന്നത്. മൽനോസ്കി എത്തനോഗ്രഫിക് കേസ് വെച്ച് പഠിച്ചിട്ടുള്ള ഒരു വർക്കാണ് അവിടെ ഉള്ളത്, ആർഗോനോട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്. സോ ഈ ഒരു കേസ് സ്റ്റഡി അതിലെ കേസസ് ഏതാണ്, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അവർ അതിനെ പഠിച്ചത്, അവരെങ്ങനെയാണ് അവിടെ നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ യൂണിറ്റ് 7 മീഡിന്റെ ഒരു കേസാണ് കമ്മിങ് ഓഫ് ഏജ് ഇൻ സാമുവ. ഇത് മീഡ് നടത്തിയിട്ടുള്ള ഒരു എത്തനോഗ്രഫിക് കേസാണ്. നമ്മൾ മുന്നേ മീഡിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംബോളിക് ഇന്ററാക്ഷനിസ്റ്റ് ആയിട്ട്. സോ അദ്ദേഹം നടത്തിയ ഒരു കേസാണ് യൂണിറ്റ് 7 പറയുന്നത്. ദെൻ യൂണിറ്റ് 8 പറയുന്നത് M.N. ശ്രീനിവാസൻ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള M.N. ശ്രീനിവാസൻ കൂർഗിൽ നടത്തിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ യൂണിറ്റ് 9 വരുമ്പോൾ സൗത്ത് ഇന്ത്യൻ ഫിഷിംഗ് കമ്മ്യൂണിറ്റിനെ ഒരു എത്തനോഗ്രഫിക് കേസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കൽപ്പന റാമിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ദെൻ യൂണിറ്റ് 10 വരുമ്പോൾ FG ബെയിലിന്റെ ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എത്തനോഗ്രഫിക് കേസ് ആണ് പറയുന്നത്. ദെൻ യൂണിറ്റ് 11 വരുമ്പം WF വൈറ്റിന്റെ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്നുള്ള ഒരു എത്തനോഗ്രഫിക്, അതിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്ത തിയറീസിനെ കുറിച്ചിട്ടാണ്. സോ മൊത്തത്തിൽ മെയിൻ ആയിട്ടുള്ള കേസസും അതിന്റെ ആൾക്കാരെയും ആണ് ഈ ഒരു ബ്ലോക്കിലൂടെ പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 പറയുന്നത് എത്തനോഗ്രഫിക് പ്രാക്ടീസസ് ആൻഡ് സ്റ്റൈലാണ്. അതായത് എങ്ങനെയൊക്കെയാണ് എത്തനോഗ്രഫിയിലുള്ള ഒരു പ്രാക്ടീസസ്, അതുപോലെ തന്നെ സ്റ്റൈല് കാര്യങ്ങളാണ്. സോ യൂണിറ്റ് 12 പറയുന്നത് ഡിബേറ്റ് ഓൺ ഡൂയിങ് എത്തനോഗ്രഫി. ഒരു എത്തനോഗ്രഫിയിലുള്ള ഇപ്പം ഓൾറെഡി ഒരു ട്രഡീഷണൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എത്തനോഗ്രഫിക്കിന്റെ റൂൾസ്, അതിങ്ങനെ ചെയ്യണ്ട, അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ട് ചെയ്യാം, ഇത്തരത്തിലുള്ള ഡിബേറ്റ്സുകൾ വരുന്ന ആ ഡിബേറ്റ്സിനെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 12. അതില് എത്തനോഗ്രഫി ഇപ്പോ ഒരു എത്തനോഗ്രഫിക് കേസ് നടത്തുമ്പോഴുള്ള ചാലഞ്ചസ്, അതുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റ്സ്, എങ്ങനെ നമുക്കൊരു എത്തനോഗ്രഫിക് കേസിൽ ഒരു മെത്തേഡ്സ് ക്ലിയർ ആക്കാം, അല്ലെങ്കിൽ ഒരു എത്തനോഗ്രഫിക് കേസ് നടത്തുന്ന സമയത്ത്, ഒരു എത്തനോഗ്രഫിക് ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ച് എങ്ങനെ ഇൻവോൾവ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 12 പറയുന്നത്. ദെൻ യൂണിറ്റ് 13 പറയുന്നത് എത്തനോഗ്രഫിക്ക് ഒരു സയൻസിന്റെ ഒരു പരിവേഷം കൊടുക്കുകയാണ്. എത്തനോഗ്രഫി എന്ന് പറഞ്ഞാല് ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. കാരണം എത്തനോഗ്രഫിക്ക് എന്തായിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ ഉണ്ട്. സോ ഇതിനെ എത്തനോഗ്രഫി ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 13. ദെൻ യൂണിറ്റ് 14 എന്ന് പറഞ്ഞാല് എത്തനോഗ്രഫിന്റെ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ആണ്. അതായത് മുന്നേയുള്ള നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിക്കൽ ആയിട്ടുള്ള എത്തനോഗ്രഫീസ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, അതായത് ട്രഡീഷണൽ എത്തനോഗ്രഫിനെ ക്രിട്ടിക് ചെയ്തിട്ട് എന്തിന്റെ പേരില് വുമൻസിന്റെ വോയിസിനെ അല്ലെങ്കിൽ വുമൻസിന്റെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാത്ത ഒരു എത്തനോഗ്രഫിക് മെത്തേഡിനെ ക്രിട്ടിക് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് ടു എത്തനോഗ്രഫിയാണ് യൂണിറ്റ് 14 പറഞ്ഞത്. അതായത് എത്തനോഗ്രഫിയിലെ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്
ദെൻ യൂണിറ്റ് 15 വരുമ്പോൾ ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി. എങ്ങനെയാണ് ഒരു എത്തനോഗ്രഫിയിൽ നമ്മൾ ഒരാളുടെ കൾച്ചർ, മീനിങ്, സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ യൂണിറ്റ് 16 വരുമ്പോൾ എത്തിക്സ് ആൻഡ് എത്തനോഗ്രഫി. എത്തനോഗ്രഫിയിൽ ഒരു റിസർച്ചർ പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എത്തിക്സ് ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ പറഞ്ഞ പോലെ എന്തൊക്കെ ഡൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡോൺസ് എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 16. ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ എത്തനോഗ്രഫി എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ഫീൽഡിൽ പോയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നിട്ട് അവരായിട്ട് ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ അവരുടെ കൾച്ചറിനെ പഠിക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ എത്തനോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റൈല്, പ്രാക്ടീസ്, മേജർ എത്തനോഗ്രഫിക് വർക്ക്സ്, കേസസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എത്തനോഗ്രഫീസ് ആണ് ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു ഇയർ ആണ് തേർഡ് ഇയർ എന്നുള്ളത്. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്ക് നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഇതിൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 1-2 കോർ പേപ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് 1-2 അതും കോർ പേപ്പേഴ്സ് ആണ്. സോ ഒന്നൊന്നിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇയർ വൈസ് ആയിട്ടാണ് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അതുപോലെ തന്നെ അർബൻ സോഷ്യോളജി, ശരിക്കും അർബൻ സോഷ്യോളജി കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഇഗ്നോ സിലബസ് ഡിസൈൻ ചെയ്തപ്പോൾ കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എൻവയോൺമെന്റ് സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ ട്രൈബൽ കൾച്ചർ ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താണ് ഇന്ത്യൻ സോഷ്യോളജി, എങ്ങനെയാണ് അത് അതിന്റെ എവല്യൂഷൻ കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ BCOE 144 റീഡിംഗ് എത്തനോഗ്രഫീസ്, എങ്ങനെയാണ് ഒരു എത്തനോഗ്രഫി നടത്തുക എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ആണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ ഇതാണ് മൊത്തത്തിലുള്ള തേർഡ് ഇയർ BA സോഷ്യോളജിന്റെ ഒരു ഓവർവ്യൂ. സോ ഇനി അസൈൻമെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസിനൊക്കെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദുർഗ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു ദുർഗ മാം. ഓക്കെ, അപ്പം അസൈൻമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം റുംന മാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സിലബസ് എല്ലാ കാര്യങ്ങളും ഓരോ സബ്ജക്ട്സ് തേർഡ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇതിന് പുറമെ നമുക്കറിയാം ഇപ്പം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലേതും പോലെ തന്നെ നമ്മൾ അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻസും കൂടി ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ അസൈൻമെന്റ്സ് കൂടി ഇൻക്ലൂഡഡ് ആവുമ്പോഴാണ് നമ്മുടെ ആ ഒരു സിലബസ് അല്ലെങ്കിൽ ആ ഒരു ഇയർ നമുക്ക് കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. അപ്പം അസൈൻമെന്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഓരോ പേപ്പേഴ്സിനും നിങ്ങൾ ഓരോ അസൈൻമെന്റ്സ് വീതം നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് ഇഗ്നോ സൈറ്റിൽ അപ്ഡേറ്റഡ് ആവുന്നത്. ആ ഒരു അസൈൻമെന്റ്സ് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുകയും നമ്മൾ അത് സ്റ്റഡി സെന്ററിൽ പറയുന്ന ഒരു ഡ്യൂ ഡേറ്റിനകത്ത്, അതായത് ഡിസംബറിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ലേണർ ആണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ ടു നവംബർ എന്നുള്ള രീതിക്കും, അതുപോലെ തന്നെ ജൂണിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ലേണർ ആണെങ്കിൽ മാർച്ച് ടു ഏപ്രിൽ എന്നുള്ള രീതിക്കുമായിരിക്കും ആ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് വരുന്നുണ്ടാവുക. ആ ഒരു പെർട്ടിക്കുലർ ഡ്യൂ ഡേറ്റിനകത്ത് തന്നെ ആ ഒരു അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയും അതിൽ നമുക്ക് 35% നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സബ്ജക്ട് പാസ് ഔട്ട് ആയതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈക്വലി നമ്മൾ ആ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ഇതുപോലെ തന്നെ അസൈൻമെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 1 മന്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എന്നുള്ള ഫോമിൽ, അതായത് നമ്മുടെ അസൈൻമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് നമുക്ക് ഇൻ റിട്ടേൺ വാങ്ങിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സിന്റെ ഒരു കോപ്പി ഇൻ സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് അത് കയ്യിൽ കരുതാവുന്നതാണ് ഫോർ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ റെഫറൻസസിനായിട്ട്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിൽ 35% ആണ് നമുക്ക് പാസ് മാർക്ക് വരുന്നത്. ഈ ഒരു പാസ് മാർക്ക് അഥവാ നമുക്ക് 35 ബിലോ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നതെങ്കിൽ നമ്മൾ എഗെയിൻ നെക്സ്റ്റ് സൈക്കിളിൽ നമ്മുടെ ഫ്രഷ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി അസൈൻമെന്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ അല്ലെ. അപ്പൊ ആ ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇഗ്നോ ജൂണിലും ഡിസംബറിലുമാണ് ഇൻ എ ഇയറിൽ നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഈ ഒരു എക്സാംസ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് 35% മാർക്ക് സ്കോർ ചെയ്ത ഒരു ലേണർക്ക് ഓൺലൈൻ
ഓൺലൈൻ ആയിട്ട് നമ്മുടെ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജൂണിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ലേണർ ആണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ടു മാർച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസംബറിലാണെങ്കിൽ ഒക്ടോബർ ടൈമിലായിരിക്കും നമ്മൾ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ അഥവാ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിൽ നമുക്ക് പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യേണ്ടത് അഗെയിൻ 35% ആണ് ഇൻ ഈച്ച് സബ്ജക്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന രീതിക്ക് 35% മാർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അഗെയിൻ നെക്സ്റ്റ് ഇയറിൽ നമ്മളത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻസും ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് മാർക്സിൽ നിന്നും 30%ഉം അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ 70%ഉം കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്ക് ഓവറോൾ 100ൽ നമുക്ക് എന്ത് വരുന്നത്? ഗ്രേഡ് കാർഡ് കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇത്രയാണ് അപ്പൊ നമ്മുടെ ഒരു സിലബസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ സിലബസ് എന്താണ്, നമ്മുടെ അസൈൻമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇനിയിപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളോടൊപ്പം ലേൺവൈസ് ഉണ്ട്. ലേൺവൈസ് ഒരുപാട് മോഡേൺ ടൂൾസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് പല രീതിയിലുള്ള മോഡേൺ ടൂൾസ് ആണ് നിങ്ങൾക്ക് എനാബിൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പല റിസോഴ്സസ് ആണ് എനാബിൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു സപ്പോർട്ട് സർവീസസ് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് വിഷ് ചെയ്യാനായിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ആ ഒരു മോഡേൺ ടെക്നിക്സ് ടൂൾസ് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. കോർ ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് അല്ലെ. അതായത് നമുക്ക് എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് ആൻഡ് ഓൾസോ വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിനാണെങ്കിൽ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് റിവിഷൻ സെഷൻസും അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇൻ ഡീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസിനെ നമുക്ക് എന്താണ് ഷോർട്ടർ ഫോമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് അഥവാ VAN നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓരോ സബ്ജക്ട്സിന്റേതും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡുകൾ നിങ്ങൾക്ക് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ സിലബസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ആയിട്ടുള്ള അസൈൻമെന്റ്സിന്റെ ഒരു ആൻസർ ഗൈഡ് ബുക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു നിങ്ങളുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഇത് കൂടാതെ മോർ ടൂൾസ് അല്ലെങ്കിൽ മോർ സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ഈ ഒരു സിലബസ് വൈസ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതിലുപരി നമുക്ക് ആ ഒരു എക്സാം അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സാം ഫിയർ ഒക്കെ മാറ്റുന്നതിനും കുറച്ചുകൂടി ഒരു എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ലേൺവൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. എല്ലാവരും ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണെന്ന് ഫീഡ്ബാക്ക് പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് അതായത് പാസ്റ്റ് 5 years ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിൽ നിന്നും ഓരോ സബ്ജക്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഓവർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതാണ് PYQ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളതാണ് IGNOU മോഡൽ എക്സാംസ്. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണോ നിങ്ങൾ നോർമൽ IGNOU എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ 3 hours എക്സാംസ് നമ്മൾ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എക്സാം ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, എക്സാം രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതിനായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിലൊക്കെ പുറമെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പലരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സിൽ ചിലരെങ്കിലും ഫേസ് ചെയ്യുന്ന വളരെയധികം ഒരു പേടി തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളത് അല്ലെ. ലാംഗ്വേജ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ലേൺവൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൂടെ ഡെയിലി ടാസ്കുകളും അതുപോലെ തന്നെ ലൈവ് സെഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് പല ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻസ് ആവട്ടെ, ക്രിസ്മസ് സെലിബ്രേഷൻസ് ആവട്ടെ, അങ്ങനെ പല ക്വിസ് പ്രോഗ്രാംസ് ആവട്ടെ, ഗാന്ധി ജയന്തി പ്രോഗ്രാംസ് ആവട്ടെ, അങ്ങനെ എല്ലാ ഫെസ്റ്റിവൽസും അല്ലെങ്കിൽ എല്ലാ സെലിബ്രേഷൻസും നമുക്ക്
കോ കരിക്കുലർ എല്ലാ ഇവന്റ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോർമൽ ആസ് ഓഫ്ലൈൻ പോലെ തന്നെ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഫ്യൂച്ചർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള പല സ്കിൽ ഡെവലപ്മെന്റിനായിട്ടുള്ള പല സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളൊരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ മാറ്റുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള രീതിക്ക് മനസ്സിലാക്കി തരുന്നതിന് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ സെഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, ഈ മോഡേൺ എക്സ്ട്രാ ടൂൾസ് എല്ലാം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും ലേൺ വൈസുമായിട്ട് സ്റ്റേ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്താണ് ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയറിംഗിലൂടെ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ LSEസുമായിട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് കണക്ഷനിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനായിട്ടുള്ളത്. ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ തേർഡ് സെം എന്താണ്, അല്ലെങ്കിൽ തേർഡ് ഇയറിലെ സിലബസ് എന്താണെന്നുള്ളതും നമ്മുടെ അസൈൻമെന്റ്സും എക്സാംസും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓവറോൾ ഒരു ഐഡിയ അബൌട്ട് യുവർ തേർഡ് ഇയർ അവൈലബിൾ ആണെന്ന് വിചാരിക്കുന്നു.